അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2024 ഒരു മെയ് മാസത്തിലാണ്. അന്ന് എൻ്റെ മമ്മിയും അനിയത്തി ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അന്നിവിടെ തിരക്കൊക്കെ കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ അമ്മയ്ക്കും അനിയത്തിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇങ്ങനെ തിരക്കൊക്കെ കാരണം ഞാൻ വേഗം വീട്ടിൽ ഇവിടെ ഭയങ്കര തിരക്കല്ലേ പോകുക. എനിക്ക് ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ് വൈവക്ക് അറ്റൻഡ് ചെയ്യണ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം പോകാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വേഗം പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ മമ്മി എൻ്റെ അടുത്ത് എന്തിനീ ഇത്ര ധൃതി പിടിക്കണം, പയ്യൊക്കെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തൊരു തിരക്കാണ് അവിടെ, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല, എനിക്ക് ഭയങ്കര തിരക്കൊക്കെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ ഇങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയത്. പക്ഷെ അത് ഞാൻ അപ്പോഴത്തെ ഒരു മമ്മിയുടെ അടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ലാണ്ട് ഞാൻ ഇവിടെ ശരിക്കും വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ് എൻ്റെ അനിയത്തി 12th ഫുൾ A+ഓടെയൊക്കെ പാസ്സായി. എനിക്ക് ഡിഗ്രി ആണെങ്കിൽ A ഗ്രേഡോടെ ഞാൻ പാസ്സായി. അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് ഞാൻ 2024 തന്നെ CMA എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്ത്. CMA USA ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ജൂണിലാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യണത്. ടെൻഷൻ കാണാൻ ഞാൻ ജാനുവരി ഫെബ്രുവരി വിൻഡോ സ്കിപ്പ് ചെയ്ത് മെയ് ജൂൺ വിൻഡോയിലേക്ക് ഞാൻ ഡേറ്റ് എടുത്ത് മെയ് 28 ഞാൻ ഡേറ്റ് എടുത്ത് മെയ് മാസം ഫസ്റ്റ് വീക്ക് ഒരു 4th ഒക്കെ ആയപ്പോൾ മമ്മിയും ആൻറ്റിമാരൊക്കെ ഇവിടെ വരാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് മടിയുള്ള കാരണം എന്നെ വിളിച്ചില്ല. കാരണം ഞാൻ എക്സാം എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ച് മമ്മിയും അനിയത്തിയും കൂടി ഇവിടെ വന്ന് ഞാൻ എൻ്റെ ആവശ്യമൊക്കെ ഇവിടെ മമ്മിയുടെ അടുത്ത് എഴുതി കൊടുത്താണ് വിട്ടത്, അമ്മയുടെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ച് മെയ് 28 ഞാൻ ആ സമയത്ത് കോഴിക്കോട് ട്രിവാൻഡ്രമാണ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഡേറ്റ് എടുത്തിരുന്നത്. അപ്പോൾ മെയ് 27 നമുക്ക് പോകണം. മെയ് 28 ഉച്ചക്ക് 1:30 ഞങ്ങളുടെ എക്സാം തന്നെ. അങ്ങനെ മെയ് 28 പ്രാർത്ഥിച്ചൊരുങ്ങി ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടി എക്സാമിന് പോയി. 100 MCQs 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യണം. അതും 50 എണ്ണം കറക്റ്റ് ആയാലാണ് നെക്സ്റ്റ് വിൻഡോ ഓപ്പണായി വരുള്ളൂ. അത് SA വിൻഡോ ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് SA ഓപ്പണായി കിട്ടണം എന്നുള്ളത് മാത്രമേ, എനിക്ക് എക്സാം എങ്ങനെയായാലും SA ഓപ്പണായി കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ 100 MCQs 3 മണിക്കൂറിൽ ഞാൻ പയ്യെ ഇരുന്ന് വന്നപ്പോഴേക്കും 60 ക്വസ്റ്റ്യൻ ആയപ്പോൾ എൻ്റെ 60 ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും 3 മണിക്കൂറിൽ ഏകദേശം അരമണിക്കൂർ ഇനി എനിക്ക് ബാക്കിയുള്ളൂ. അരമണിക്കൂർ 3/4 മണിക്കൂർ എനിക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് തീർക്കാൻ പറ്റുമോയെന്നറിയില്ല. ഞാൻ പിന്നീടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കുത്തി 100 MCQs തീർക്കണമെന്നുള്ളതിൽ കുത്തിയാണ് വിട്ട. എൻ്റെ 96ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും എൻ്റെ വിൻഡോ ക്ലോസ് ആയി. കാരണം 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓപ്പൺ ആവില്ല, കാരണം വലിയ കാര്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. 50 എണ്ണം കറക്റ്റ് ആവണമല്ലോ അടുത്ത വിൻഡോ ഓപ്പൺ ആവാൻ. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കണേ നോക്കിയപ്പോൾ അടുത്ത വിൻഡോ എൻ്റെ ഓപ്പണായി. എങ്ങനെയോ എൻ്റെ 50 എണ്ണം കറക്റ്റായി. അടുത്ത വിൻഡോ എനിക്ക് ഓപ്പണായി വന്ന് അത് SA വിൻഡോയാണ്. എനിക്ക് SA പഠിച്ചൊരു ക്വസ്റ്റ്യൻ പോലും വന്നില്ലെങ്കിലും എനിക്ക് SA ഓപ്പൺ ആയതിൻ്റെ സന്തോഷമായിരുന്നു ആ സമയത്ത്. ഞാൻ SA ഞാൻ പഠിച്ച് വരാത്തതിലുള്ള വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് SA ഓപ്പൺ ആയതിൻ്റെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ SA ഓപ്പൺ ആയാലും നമ്മൾ ഈ എക്സാം ഫെയിലാവാനും പാസ്സാകാനും അത് ആ ക്രൈറ്റീരിയ ഒക്കെ ഒത്തു വന്നാലേ നമ്മൾ പാസ്സായി പോകുള്ളൂ. അങ്ങനെ എക്സാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്ന്. പക്ഷേ എക്സാം ഇത്ര ടഫായിട്ടും ഞാൻ പാസ്സാകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ മടിയുള്ള ആളൊന്നുമല്ല, എന്നാലും മാതാവിൻ്റെ അടുത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഈശോയോടും എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. കൃപാസന മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ സാധാരണ SA ഓപ്പണായി കഴിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് വരുള്ളൂ. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല, മെയ്യിൽ എഴുതിയ എക്സാം ജൂൺ 28 ഒരു മാസം തികഞ്ഞ ആ സമയത്തുള്ളിൽ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് വന്ന് ഞാൻ പാസ്സായില്ല, ഫെയിലായി. അപ്പം എനിക്ക് ആകെ സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ആദ്യമായിട്ട് തോൽവി ഞാൻ നേരിട്ട് കണ്ടിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇനി എക്സാം എഴുതണം. കാരണം ഒരു എക്സാമിന് ഏകദേശം 30,000 രൂപ, അതായത് ഒരു 25-26 ആ റേഞ്ചിലാണ് എക്സാം ഫീസ് തന്നെ. ആദ്യത്തെ അറ്റംപ്റ്റിൽ മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ.
അപ്പം ആ ആദ്യത്തെ അറ്റംപ്റ്റാണ് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇനി എഴുതണമെങ്കിൽ ഏകദേശം 45-40 ആ റേഞ്ചിൽ വരും എന്നുള്ള ഇതിൽ ഞാൻ ആകെ വിഷമിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ പപ്പയും മമ്മി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്, ഇത് നിയോഗമായിട്ട് കണ്ടാൽ മതി. മമ്മി അപ്പോൾ പറഞ്ഞ് ഇത് നിയോഗമായിട്ട് കണ്ടാൽ മതി, ഉടമ്പടി എടുക്കാനുള്ളൊരു നിയോഗമായിട്ട് കണ്ടാൽ മതി, എന്തായാലും പോയി ഉടമ്പടി എടുക്കുക, അതിനുള്ള നിയോഗമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഓഗസ്റ്റോടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരണത്. ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ആ ടൈം ആയപ്പോഴേക്കും അടുത്ത വിൻഡോ, അതായത് പൊതുവേ ഡിസ്കൗണ്ട് കിട്ടാറില്ല സെക്കൻഡ് അറ്റംപ്റ്റിന്. പക്ഷേ എൻ്റെ എസ് എ ഓപ്പണായിട്ട് ഞാൻ ഫെയിലായത് കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് തൊട്ടടുത്ത വിൻഡോയിലാണ് ഞാൻ എഴുതണമെങ്കിൽ എനിക്ക് ഒരു ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നുണ്ട്. IMA എനിക്കൊരു ഡിസ്കൗണ്ട് തരണുണ്ട്. അത് ഏകദേശം ഒരു സെയിം ഫസ്റ്റ് അറ്റംപ്റ്റ് വന്ന അതേ പൈസയൊക്കെ തന്നെ ആകുള്ളൂ. 45,000 പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്ന 28,000 തന്നെ സെക്കൻഡ് അറ്റംപ്റ്റിലും വരുള്ളൂ എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം 45,000-ലേക്ക് പോയില്ലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. കാരണം 45,000 രൂപ വരെയും പ്രതീക്ഷിച്ചിട്ട് അത്ര ആയില്ല, 28,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സെക്കൻഡ് അറ്റംപ്റ്റിൽ എൻ്റെ എക്സാം ഫീസ് വന്നത്. അതിന് ഞാൻ തൊട്ടടുത്ത വിൻഡോ തന്നെ എഴുതി. കാരണം ആ ഡിസ്കൗണ്ട് തൊട്ടടുത്ത വിൻഡോയിലേ കിട്ടുള്ളൂ. അത് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഒക്ടോബർ 7-ാം തീയതിയാണ് ഡേറ്റ് എടുത്താൽ. എനിക്ക് ഒക്ടോബർ 7-ാം തീയതി എടുക്കാൻ വലിയ മടിയായിരുന്നു. കാരണം ഒക്ടോബർ ലാസ്റ്റ് വരെ ടൈം ഉണ്ടായിട്ട് ഒക്ടോബർ 7-ാം തീയതി ഇച്ചിരി അടുത്തായി പോവോ, ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായി. പക്ഷേ പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഡിസംബർ 7-ാം തീയതി ആണല്ലോ പ്രത്യക്ഷപ്പെട്ട. അപ്പോൾ ഡിസംബർ 7 എന്നുള്ളത് നല്ലൊരു സൈനായിട്ട് കണ്ട് ഞാൻ ഒക്ടോബർ 7-ാം തീയതി തന്നെ പോസിറ്റീവായിട്ടിരുന്ന് എക്സാമിന് വേണ്ടി പഠിച്ച് അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആദ്യം വന്ന അയാൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ എൻ്റെ പോലെ തന്നെ പാസ്സായില്ല. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞങ്ങൾ രണ്ടും പിന്നെയും ഒക്ടോബർ 7-ാം തീയതി കോഴിക്കോട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയി. ഇതേപോലെ ഒക്ടോബർ 7-ാം തീയതി ഉച്ചക്ക് 1:30-ക്കായിരുന്നു എക്സാം. എനിക്ക് രാവിലെ ഇപ്പോൾ ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാണാൻ, എനിക്ക് എന്ത് ചെയ്തിട്ടും ബുദ്ധിമുട്ട് മാറണില്ല. ഞാൻ അമ്മയുടെ ഉപ്പ് എടുത്തിട്ട് എനിക്ക് ഉച്ചക്ക് എക്സാം ഉള്ളത്, അപ്പോൾ രാവിലെ ഉപ്പെടുത്ത് നാക്കിൽ വെച്ചിട്ട് ഇതെനിക്ക് വയറ്റിലെത്തണ മുമ്പ് എൻ്റെ അസ്വസ്ഥത മാറി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച്, അതേപോലെ തന്നെ ആ ഉപ്പ് എൻ്റെ നാക്കിലെത്തി വയറിലെത്തണ മുമ്പ് തന്നെ എൻ്റെ അസ്വസ്ഥത എല്ലാം മാറിക്കിട്ടി. അങ്ങനെ ഉച്ചക്ക് 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ എക്സാമിന് വേണ്ടി പോയി. ഞാൻ എക്സാമിന് മുന്നേ പ്രാർത്ഥിച്ച എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ടൈം ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ അറ്റംപ്റ്റിൽ ആദ്യത്തെ 100 MCQ എന്നുള്ളത് 3 മണിക്കൂറിൽ 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എക്സാം തുടങ്ങി എനിക്ക് ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോഴും പാടാണ് എളുപ്പമാണ് ഇത് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാലും എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായി. 3 മണിക്കൂറിൻ്റെ എക്സാമിലേക്ക് 2.5 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ അരമണിക്കൂർ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത്, അതായത് 3 മണിക്കൂർ കംപ്ലീറ്റ് ആവട്ടെ എന്നുള്ള ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. എക്സാം തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, സ്വർഗ്ഗസ്നായ എന്ന് പറയുമ്പോൾ എല്ലാം ചൊല്ലും, അമ്മേനോട് പ്രാർത്ഥിക്കും, ഈശോനോട് പ്രാർത്ഥിക്കും. എല്ലാം കഴിഞ്ഞ് എക്സാം തുടങ്ങുള്ളൂ. 3 മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇതിനെനിക്ക് എസ് എ ഓപ്പൺ ആകും ഉറപ്പായിരുന്നു. കാരണം അമ്മ എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 100 MCQസിൻ്റെ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിശ്വസിച്ച പോലെ തന്നെ എൻ്റെ എസ് എ വിൻഡോ ഓപ്പണായി, രണ്ടാമത് ഓപ്പണായി. ഈ പ്രാവശ്യം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് എസ് എക്ക് വന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ പഠിച്ച എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഞങ്ങൾ എക്സാമിന് പോണ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് പഠിച്ചിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി വെക്കാം, എന്നിട്ട് അത് തന്നെ വരും എന്ന് വിശ്വസിച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ട് പക്ഷേ അതേപോലെ തന്നെ ആൾ ബൈബിളിൽ എഴുതിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്, ഞാൻ ഇത് വിട്ടുപോയി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ എക്സാമിന് പോണേ മുമ്പാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇത് എഴുതി വെച്ച്, അയാൾ ഈ 12 ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കണുള്ളൂ, ഞാനാണെങ്കിൽ 12 ക്വസ്റ്റ്യനും പഠിക്കും, ഒപ്പം വേറെയുള്ള ക്വസ്റ്റ്യൻസും പഠിക്കും. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഞങ്ങൾ വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻ കിട്ടാൻ ഭാഗ്യം വിശ്വാസം കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ ഫ്രണ്ടിനായിരുന്നുകൊണ്ടായിരിക്കണം. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ആൾ വന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ 12 ക്വസ്റ്റ്യൻ തന്നെ ആൾക്ക് വന്നു എന്ന് പറഞ്ഞ് അത് എഴുതി വെച്ചത് തന്നെ. അപ്പോൾ ആളുടെ വിശ്വാസത്തിന് അവിടെ
അമ്മ കൂടുതൽ ഊർജ്ജം നൽകുകയാണ് ചെയ്ത. എനിക്കാണെങ്കിൽ എന്നെ കൈവിട്ടില്ല. ഞാൻ പഠിച്ച വേറെ 12 ക്വസ്റ്റ്യൻ എനിക്ക് വരികയും ചെയ്തു. ഞങ്ങളങ്ങനെ എക്സാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒക്ടോബറിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബർ ആകുമ്പോൾ വരുള്ളൂ. അപ്പോൾ അടുത്ത വിൻഡോയിൽ ഞാൻ പാർട്ട് 2, അതായത് ഇതിൻ്റെ 2ാമത്തെ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡേറ്റ് എടുത്തില്ലെങ്കിൽ ഡേറ്റ് തീർന്നു പോകും എന്നുള്ള കാരണം ഞാൻ ഡിസംബർ ആയപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഡേറ്റ് സ്ലോട്ട് ഓപ്പൺ ആയാൽ മതി എന്നായിരുന്നു. കോഴിക്കോടും ട്രിവാൻഡ്രവും മാത്രം സെൻറ്റർ ഉണ്ടായിരുന്നത്. ആ ഒക്ടോബർ ആ ഒരു മാസത്തോടെ തന്നെ കൊച്ചിയിലും സെൻറ്ററായി. കാരണം ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കൊച്ചിയാണ് ഏറ്റവും എളുപ്പം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ കൊച്ചിയിലും സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കൊച്ചിയിലെ സ്ലോട്ട് ഓപ്പൺ ആയാൽ മതി എന്നായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഡിസംബർ 7-ാം തീയതി ഞാൻ വരണം എന്ന്, കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായ കാരണം എനിക്ക് ഡിസംബർ 7-ാം തീയതി റിസൾട്ട് വരണമെന്നുണ്ടായി. പക്ഷേ എന്തോ എന്നെ ടെസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഡിസംബർ 7-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പോഴും ഞാൻ ഓക്കെ, അന്ന് ഇനി അമ്മയുടെ ഇഷ്ടമുള്ള ദിവസം വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസംബർ 11-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നു. രാത്രി ഒരു 9:30 എൻ്റെ ഫ്രണ്ട് നോക്കി, ആൾക്ക് റിസൾട്ട് കിട്ടി, ആൾ പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ടെൻഷൻ ഇല്ലാണ്ട് റിസൾട്ട് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ആൾ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടി ഒരു സന്തോഷമായി. കാരണം ഓക്കെ, അപ്പോൾ ഇനി ഞാനും പാസ്സാകും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ച്. എന്നാലും റിസൾട്ട് എനിക്ക് കിട്ടണുണ്ടായില്ല. 12-12:30 ആയിട്ട് എനിക്ക് റിസൾട്ട് തന്നെ ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് റിസൾട്ട് നോക്കി തന്ന് ആ പാർട്ട് 1 എക്സാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ പാസ്സായി. അതും ഡിസംബർ 11-ാം തീയതിയാണ് ഞാൻ പാസ്സായത്. അതുവരെ കൊച്ചിയിലെ സ്ലോട്ട് ഓപ്പൺ ആയെന്നും പറഞ്ഞൊരു മെസ്സേജും വന്നിട്ടുണ്ടായില്ല. ഡിസംബർ 24-ാം തീയതി ആയപ്പോഴാണ് കൊച്ചിയിൽ എക്സാം സ്ലോട്ട് ഓപ്പൺ ആയി എന്നും പറഞ്ഞ് മെസ്സേജ് വരണത്. അങ്ങനെ ഡിസംബർ 24-ാം തീയതി ആ ഒരു ടൈമോടെ ഈ 2ാമത്തെ പാർട്ടിനും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഡിസ്കൗണ്ടൊക്കെ കൊണ്ട് ഒരു 30,000 29,000 ആ റേഞ്ചിലാണ് 2ാമത്തെ പാർട്ടിനും എക്സാം ഫീസായി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 22-ാം തീയതി പാർട്ട് 2 എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് ഇതേപോലെ അമ്മേനോടും ഈശോനോടും ഈ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാരണം ഇത് 2ാമത് ഇനി അറ്റംപ്റ്റിലേക്ക് പോകണത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ ആദ്യത്തെ പാർട്ട് 2ാമത് എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 2ാമത്തെ പാർട്ടെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 22-ാം തീയതി ഞാൻ എക്സാമിന്, അതൊരു സൺഡേ ആണ്. അപ്പോൾ പൊതുവേ സൺഡേ അങ്ങനെ എക്സാംസ് കുറവല്ലേ. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന രാവിലെ കേൾക്കാറുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന വെച്ചപ്പോൾ അതിൽ ജോസഫ് അച്ഛൻ അന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും അന്ന് എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും വേണ്ടി അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത്. അന്ന് ഞാൻ പക്ഷേ എനിക്ക് വരേണ്ട 12 എസ്സേ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായി. കാരണം പാർട്ട് 1-ൻ്റെ സമയത്ത് ഞാൻ അത് എഴുതി വെക്കാൻ മറന്നുപോയിരുന്നു. അങ്ങനെ പാർട്ട് 2-ന് ഞാൻ എക്സാമൊക്കെ എഴുതി 100 ക്വസ്റ്റ്യൻസ് 2.5 മണിക്കൂറിനുള്ളിൽ 2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ എസ്സേ വിൻഡോ വീണ്ടും ഓപ്പണായി. അങ്ങനെ എസ്സേ വന്നതെല്ലാം ഞാൻ ബൈബിളിൽ എഴുതി വെച്ച അതേ 12 ക്വസ്റ്റ്യൻ എനിക്ക് വന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റി. ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന കാര്യം, എനിക്ക് ടൈം ഇത്ര കിട്ടണം, സന്തോഷത്തോടെ എക്സാം ഹോളിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കറക്റ്റ് എനിക്ക് അതേപോലെ തന്നെ ടൈം എനിക്ക് കിട്ടി. അതേപോലെ എക്സാം ഹോളിൽ നിന്ന് ഹാപ്പി ആയിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇറങ്ങി വരാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ എക്സാമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഈ ജോലി കിട്ടണം. അതായത് ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ CMA കഴിഞ്ഞ് ഇനിയൊരു ജോലിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ എനിക്ക് ജോലി എന്നുള്ളത് ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായ കാരണം എവിടെയെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ കയറാനായിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ ഇനി എനിക്ക് അറ്റംപ്റ്റ് വരില്ല എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിന് കയറാൻ വേണ്ടി ട്രൈ ചെയ്ത്. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിനൊക്കെ കയറി. ആ മാസം 15-ാം തീയതി ആയപ്പോഴാണ് എൻ്റെ പാർട്ട് 2-ൻ്റെ റിസൾട്ടും വന്നത്. ആ ടൈമിൽ എനിക്ക് ഇത് ഞാൻ പാസ്സാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പോലെ എനിക്ക് ഇനി ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ തോക്കുമെന്നുള്ളത് ഞാൻ വിചാരിക്കണില്ല. ഞാൻ പാസ്സായി എന്നുള്ള ഇതിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. രാത്രി ഒരു 14-ാം തീയതി വൈകിട്ട് വന്ന റിസൾട്ട് എനിക്ക് രാത്രിയായിട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ വരണ പോലെ വരട്ടെ എന്നുള്ളത് ഞാൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത് രാത്രി ഒരു 12 മണി 12:30 1 മണിയൊക്കെ കഴിഞ്ഞൊരു 3 മണിയോടെയാണ് എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പാർട്ട് 2 എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ ഞാൻ CMA ക്വാളിഫൈഡ് ആയി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ CMA
ഈ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ എന്നെ ഒരു നിയോഗം പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ പാർട്ട് 1 എന്നെ തോൽപ്പിച്ചത് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് വരാനും ഉടമ്പടി എടുക്കാനുള്ള ഒരു നിയോഗമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പം ഞാൻ അതിൽ ഹാപ്പിയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മെയ് 17-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ ഒരു സ്ലൈഡ് ചെയ്യണ ഗേറ്റാണുള്ളത്. അപ്പോൾ വണ്ടി കയറ്റിയിടാൻ വേണ്ടി എൻ്റെ പപ്പ ഗേറ്റ് ഒന്ന് തള്ളിയതാണ്. ഇത് കംപ്ലൈൻ്റ് ഉള്ള ഗേറ്റായിരുന്നു ഓൾറെഡി. അതിൻ്റെ ഹുക്ക് തള്ളുമ്പോഴുള്ള ആ ഹുക്ക് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതിന് പകരം അത് സ്റ്റോപ്പായില്ല. ആ ഗേറ്റ് നേരെ മറിഞ്ഞു വീണത് എൻ്റെ മേത്തേക്കായിരുന്നു. ആ ഗേറ്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അതിൻ്റെ തല വരെ വന്ന് വീഴാനുള്ള ഹൈറ്റുള്ള ഗേറ്റായിട്ടും അത്രയും നല്ല 6-7 പേര് ചേർത്ത് പൊക്കിയാൽ പോലും ആ ഗേറ്റ് പൊങ്ങാറില്ല. അങ്ങനെ ഒരു ഗേറ്റ് എൻ്റെ മേത്ത് വീണാൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കണത് അത്ഭുതമായിട്ടേ കാണുള്ളൂ. പക്ഷെ ആ ഗേറ്റ് അന്ന് വന്ന് വീഴുമ്പോൾ കണ്ടവരും അവിടെ നിന്നവരൊക്കെ പറയണത് അത് ആരോ കൊണ്ടുവന്ന് താങ്ങി നിർത്തിയ പോലെ എൻ്റെ മേത്ത് വന്ന് എൻ്റെ ഈ അരയുടെ താഴേക്കാണ് ആ ഗേറ്റ് വന്ന് വീണത്. അതും എന്നെ അവിടെ ഞാൻ എണീറ്റ് വീടിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് നടക്കാനും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ എൻ്റെ ഇവിടെ നിന്ന് ഭയങ്കര എനിക്ക് ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എനിക്ക് ആ ടൈമിൽ വേണ്ട നാളെ പോവാം, ഇപ്പോൾ കുഴപ്പം. അന്ന് രാത്രി 17-ാം തീയതി രാത്രി ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ പോകണ്ട, പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇനി ചെറിയ കാര്യമാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ദിവസം ഒരു സൺഡേ ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ എണീറ്റിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ദിവസമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും 5:30 എണീറ്റ് പ്രത്യക്ഷീകരണം പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ആ ദിവസം തുടങ്ങാറുള്ളൂ. അപ്പം ഞാൻ അന്നും 5:30 എണീറ്റ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഒരു 9-9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറയണത് ഇത് അത്ഭുതം തന്നെയാണ്, ആ ഗേറ്റ് വേണ്ടിയിട്ടും വേറൊന്നും പറ്റിയില്ലല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒടിവ കാര്യങ്ങളാണ്, എല്ലുകൾക്ക് പൊട്ടല ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ആളിങ്ങനെ നിൽക്കാറില്ല, എന്നാലും ഒരു വീക്ക് റെസ്റ്റ് എടുക്കട്ടെ, ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് അന്ന് എന്നെ വിട്ട് എല്ലാ ദിവസവും എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഈ അമ്മയുടെ തൈലവും അതേപോലെ ഉപ്പും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ ഈ തൊടയുടെ ഭാഗത്തായിട്ട് എനിക്ക് നീരൊക്കെ ഉണ്ടായിരുന്നു, ഈ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, തടിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അമ്മയുടെ തൈലം തേച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ കുറവ് വന്നായിരുന്നു. അതേപോലെ തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ എനിക്ക് ആ ദിവസമൊക്കെ എൻ്റെ കാലിന് നീരുള്ള ദിവസങ്ങളായിരുന്നു. അന്ന് ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പ്രാർത്ഥന ചൊല്ലണതിൻ്റെ ഇടയ്ക്ക് തന്നെ അച്ഛനിങ്ങനെ പറയണുണ്ടായിരുന്നു തൊടഭാഗത്ത് നീര് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. അപ്പം ഞാൻ എന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. നാളെ കുറേ എടുത്ത് മാറേണ്ട ഒരു വയ്യായികയായിരുന്നു. അതെൻ്റെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വർക്കിനൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, ഇത് ഇപ്പോഴൊന്നും മാറേണ്ട കാര്യമായിരുന്നില്ല. പക്ഷെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എൻ്റെ ആ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അസ്വസ്ഥതകളും എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടും മാറി കിട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതിന് ഞാൻ ഈശോയോടും അമ്മയോടും ഒരുപാട് നന്ദി പറയുന്നു. ഇതേപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും വലിയതായിട്ട് വരേണ്ട ആപത്തുകളെല്ലാം അമ്മയും ഈശോയും മാറ്റി തന്നിട്ടുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഞാൻ പൊതുവേ പള്ളികളിലും വീടിൻ്റെ പരിസരത്തും പിന്നെ അക്രൈസ്തവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതലും ഞാൻ പള്ളികളിലും വീടിൻ്റെ പരിസരത്തൊക്കെയാണ് കൊടുത്തേക്കണം. എനിക്ക് പള്ളികളിൽ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേക്കണം. കാരണം ക്രിസ്ത്യാനികളല്ലാത്തവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ പത്രമൊക്കെ മേടിക്കാറുള്ളൂ. ഞാൻ ഒരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വേറെന്തോ പൈസയൊക്കെ മേടിക്കാൻ ചെന്ന പോലെയാണ് ഈ പത്രം കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിക്കാറ്. എന്നാലും ഞാൻ അത് മൈൻഡ് ചെയ്യില്ല. എനിക്ക് പത്രം കൊടുക്കാനാ നാണക്കേടാൻ മടിയൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ റിജക്ഷൻ വന്നൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ അത് കാര്യമൊക്കെ ഇട്ടില്ല. ഞാൻ തുടർന്നും വേണ്ടാത്തവർക്ക് കൊടുക്കില്ല, വേണ്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതേപോലെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ വഴിയോരങ്ങളിലൊക്കെ കാണുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതിന് ഞാൻ ഒരു പങ്ക് കൊടുക്കാറുണ്ട്. അതേപോലെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഈശോയോടും അമ്മയോടും എൻ്റെ പ്രാർത്ഥനയോടൊപ്പം നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.
അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ അവരത് പറയാറുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈശോയും അമ്മ മാതാവും നൽകിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയോടും അമ്മയോടും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിയ വർഗീസ് എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു തൻ്റെ അനുഭവ സാക്ഷ്യം എന്തായിരുന്നുവെന്ന്. CMA എന്ന പ്രൊഫഷണൽ കോഴ്സ് അതെടുക്കുവാനും അതിനെ തുടർന്ന് കൊണ്ട് താൻ ഒത്തിരിയേറെ മാതാവിനോടും കർത്താവിനോടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും തനിക്കത് ജയിക്കാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ മകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കാതെ കണ്ട് പ്രാർത്ഥിച്ചോളാം എന്നുള്ള രീതിയിൽ കടന്നു പോകുമ്പോഴും എന്നാൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ മകളെ ഒരുക്കുന്നത് ആദ്യത്തെ എക്സാമിൽ CMA എന്ന കോഴ്സിൽ ആദ്യം ഫെയിലാവുകയാണ് ചെയ്യുക. പക്ഷെ തുടർന്നാണെങ്കിലും ഉടമ്പടിയിലെ ഒരു നിയോഗം എന്നോണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുവാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നത് ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് പരിശ്രമം വഴി ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ കടമ്പയിലേക്ക് ഈ മകള് കടന്നു വരികയാണ്. എന്നാൽ മുമ്പോട്ടുള്ള ജീവിതത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ അറ്റംപ്റ്റിനാണെങ്കിലും അത് ആദ്യത്തിനോട് ചേർന്ന് കൊണ്ട് തന്നെ എക്സാം ഫീസാണെങ്കിലും കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ അത് ഇളവ് ലഭിച്ചുകൊണ്ട് തന്നെ അത് എഴുതുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അത് ഒരു നല്ല വിജയമായിട്ട് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ഡിസംബർ 7 എൽത്താരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ മകളും ഒക്ടോബർ 7-ാം തീയതി എക്സാം എഴുതുവാനായിട്ട് ഡേറ്റ് എടുക്കുകയും അതേ തുടർന്ന് കൊണ്ട് നല്ലൊരു വിജയം നൽകി പരിശുദ്ധ അമ്മ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഒരു ചെറിയ അപകടത്തിൽ നിന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണത്തോടു കൂടിയാണെങ്കിലും ഈ മകൾക്ക് ഒരു വലിയൊരു സംരക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അച്ഛൻ്റെ പ്രാർത്ഥനകളാണെങ്കിലും ടോക്കുകളൊക്കെ കേൾക്കുമ്പോഴും അത് വലിയൊരു അനുഗ്രഹങ്ങളായിട്ട് മാറിയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് ഈ മകളെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ മകളെ സഹായിക്കുകയുണ്ടായി. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും ദൈവാനുഗ്രഹങ്ങളാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അൾത്താരയിൽ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടും അവിടുത്തെ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.